ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ومريم ابنة عمران التي أحصنت فرجها ونفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين ونفخنا فيه من روحنا എന്നവർ നമ്മുടെ പ്രത്യേക റൂഹ് എന്ന് പറയുന്ന നാം പ്രത്യേകമായി കൽപ്പിച്ച റൂഹ് എന്ന സ്ഥാനമുള്ള സയ്യിദുന ഈസാ അലൈഹിസ്സലാം. فنادته الملائكة وهو قائم يصلي في المحراب إن الله يبشرك بيحيى مصدقا بكلمة من الله وسيدا وحصورا ونبيا من الصالحين مصدقا بكلمة من الله എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട സയ്യിദുന ഈസ, തൊട്ടിലിൽ വെച്ച് സംസാരിച്ച സയ്യിദുന ഈസ قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. തൊട്ടിലിൽ വെച്ച് സംസാരിച്ച സയ്യിദുന ഈസ قال إني عبد الله آتاني الكتاب, എനിക്ക് കിതാബുണ്ടെന്ന് തൊട്ടിലിൽ വെച്ച് പറഞ്ഞ സയ്യിദുന ഈസ, ഉലുൽ അസ്മിൽപ്പെട്ട ഒരാളായ സയ്യിദുന ഈസ. ലോകത്തെ ലോകം കണ്ട 5 പ്രവാചകന്മാരിൽ ഒരാളാണ് സയ്യിദുന ഈസ. അദ്ദേഹം വന്നാൽ എന്താ ചെയ്യാ? അദ്ദേഹത്തിന്റെ കിതാബ് തൊട്ടു നോക്കുകയില്ലെന്ന് പറഞ്ഞ് എന്ന് മാത്രമല്ല, ഇന്നത്തെ പഴയ നിയമം പുതിയ നിയമങ്ങൾ അടക്കുന്ന സത്യവേദ പുസ്തകം എന്ന പേരുള്ള ഗ്രന്ഥം അങ്ങനെയാ ഉള്ളത്. സത്യവേദ പുസ്തകം എന്ന പേര് അങ്ങനെയുള്ളത്. വിശദമായി നമുക്ക് പിന്നെ പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ ആ പേര് പഴയ നിയമങ്ങളും പുതിയ നിയമങ്ങളും ഉൾക്കൊള്ളുന്ന മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ അടക്കമുള്ള പുറപ്പാട് മുതൽ വെളിപ്പാട് വരെയും മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങളും ഉൾപ്പെടുത്തിയ പ്രഗത്ഭമായ അനവധി 1067 പുസ്തകങ്ങൾ അടങ്ങുന്ന സത്യവേദ പുസ്തകം എന്ന മനോഹരമായ സ്വർണ്ണ ബൈൻഡിങ്ങിൽ ഇന്ന് കാണുന്ന പുസ്തകം, ആ പുസ്തകം വാങ്ങിയിട്ട് അദ്ദേഹം ചൂട്ടുകരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൂട്ടുകരിക്കും. അദ്ദേഹം ചുട്ടുകരിക്കും. അദ്ദേഹത്തിന്റെ പേരിൽ നാട്യ കുരിശുകൾ മുഴുവനും അദ്ദേഹം തച്ചുടക്കുമെന്ന് ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്ക് എന്ന് മാത്രമല്ല, അദ്ദേഹം ഇറങ്ങി വന്നാൽ ആദ്യം ചെയ്യുന്ന കർമ്മം മുസ്ലിമീങ്ങളെന്ന് കൂടെ 5 വഖ്ത് നിസ്കാരത്തിൽപ്പെട്ട ഒരു നിസ്കാരത്തിൽ പങ്കെടുക്കുകയാണ്. അസറാണ്, സുബ്ഹാണ് എന്നൊക്കെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം ഈ ഭൂമിയിൽ ഇറങ്ങിയാൽ ആദ്യമായി ചെയ്യുന്ന കർമ്മം മുസ്ലിം ഉമ്മത്തിനോടുകൂടെ ഒരു നിസ്കാരത്തിൽ പങ്കെടുക്കുകയായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് മുസ്ലിമിൽ ഇത് മുഴുവനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കിതാബുണ്ട്, അദ്ദേഹത്തിന് സ്വയം കിതാബുണ്ട്. അദ്ദേഹം ഉലുൽ അസ്മാണ്. അദ്ദേഹം 40 കൊല്ലം ഈ ഭൂമിയിൽ ഭരണം നടത്തും. ഒരു വരി പോലും ബൈബിൾ എടുക്കുകയില്ല. അത് ബൈബിൾ നാമാവശേഷമാക്കിയത് കൊണ്ടല്ലേ? ആയിക്കോട്ടെ, എന്നാൽ നാമാവശേഷമാക്കിയ ബൈബിളിന് പകരം അടിസ്ഥാന ബൈബിൾ നൽകപ്പെട്ട ആളാണല്ലോ. ആ ബൈബിളിനെ മടക്കി കൊണ്ടുവരാൻ ഈ ലോകത്തൊരാൾക്ക് അർഹതയുണ്ടെങ്കിൽ അത് സയ്യിദുനാ ഈസ. ശരി, നിങ്ങൾ ചിന്തിക്ക്. നാമാവശേഷമായത് കൊണ്ടാണെങ്കിൽ അതിന്റെ യഥാർത്ഥ അനുയായിക്കല്ലേ അത് മടക്കി കൊണ്ടുവരാൻ അർഹതയുള്ളത്. അത് മടക്കി കൊണ്ടുവന്ന് ഈ പൊടി പിടിച്ച് കിടക്കുന്ന അയാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ബൈബിളിനെ മുക്തമാക്കി ഒരു സ്വതന്ത്രവും സത്യപ്രസ്താവവുമായ ഒരു ബൈബിൾ മടക്കി കൊണ്ടുവരികയല്ല അദ്ദേഹം ചെയ്യുക. പകരം കണ്ട ബൈബിൾ മുഴുവനും ചുട്ടീകരിക്കുകയും എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 യോഗ്യതയുള്ള പ്രവാചകനാണ് സയ്യിദുനാ ഈസ. അദ്ദേഹം സ്വയം നബിയാണ്. അതിന് പുറമെ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയഹ്കുമു ബിഅദലിൽ ഖുർആൻ.
അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല, ഹബ്ബിനെ പറ്റി പറയാം. ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ചിന്തിക്കുക, പറഞ്ഞാലും പറഞ്ഞാലും അത് തീരുകയില്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. സർവ്വലോകത്തിനും ഉടമസ്ഥനാണ്, സർവ്വലോകത്തിന്റെയും അനുഗ്രഹമാണ് മുഹമ്മദ് മുസ്തഫ. സർവ്വലോകത്ത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ പഠിച്ചാൽ തീരാത്ത ഒരായത്താണിത്. എന്തുകൊണ്ട്? ഇത് പഠിച്ചാൽ തീരണമെങ്കിൽ ആദ്യം സർവ്വലോകങ്ങളെയും പഠിക്കണം. സർവ്വലോകങ്ങളെയും പഠിച്ചു തീർക്കുക മനുഷ്യർക്ക് സാധ്യമല്ല. സർവ്വലോകങ്ങളെ പോയിട്ട് ആ ലോകങ്ങളിൽ അള്ളാഹു നിർത്തിയ പട്ടാളത്തിന്റെ എണ്ണം പോലും പഠിക്കാൻ മനുഷ്യർക്ക് സാധ്യമല്ല. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. അള്ളാഹു സർവ്വലോകങ്ങളിൽ നിർത്തിയ പട്ടാളത്തിന്റെ എണ്ണം പോലും അള്ളാഹു അല്ലാതെ മറ്റാർക്കും മനസ്സിലാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തിനെ മനസ്സിലാക്കാൻ ഒരൊറ്റ മാർഗ്ഗമേ വിശുദ്ധ ഖുർആനിലുള്ളൂ. അൽഹംദുലില്ലാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു റബ്ബുൽ ആലമീനാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീനാണ്. ഈ കൊലയ വാക്ക, ഒന്ന് റബ്ബുൽ ആലമീൻ, ഒന്ന് റഹ്മത്തുൽ ലിൽ. ചിന്തിക്കുക, അല്ലാഹു തന്നെ പറ്റി റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞു, മുഹമ്മദ് നബിയെ പറ്റി റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞു. അപ്പൊ ആർക്കൊക്കെ അനുഗ്രഹമാണോ എന്ന് ചിന്തിക്കണ്ട. അല്ലാഹു ആർക്കൊക്കെ റബ്ബാണോ അവർക്കൊക്കെ റഹ്മത്താണ് മുഹമ്മദ് മുസ്തഫ. നല്ലോണം ചിന്തിക്കണം. ഇത് പറയണ്ടേ മനുഷ്യര്? ഇത് പറയാൻ പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത് പറയാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തൗഫീഖ് കൊടുത്തില്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളെ സ്നേഹിക്കണമെന്ന് വിശുദ്ധ ഖുർആനിൽ കൽപ്പിച്ചിട്ടുണ്ട്. എന്റെ ഹെഡിങ് പറയാം, നിങ്ങൾ ചിന്തിക്കുക. മാതാപിതാക്കളെ സ്നേഹിക്കണമെന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിനെ ആരാധിക്കുമ്പോൾ അള്ളാഹു കൽപ്പിക്കുന്ന നിയമമാണ് മാതാപിതാക്കളോട് മര്യാദക്ക് പെരുമാറണം എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു കൽപ്പിച്ചിട്ടു. മാതാപിതാക്കളെ സ്നേഹിക്കണമെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു കൽപ്പിച്ചു. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരെ തമ്മാടി എന്നും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഫാസിഖ്, തമ്മാടി, മോശപ്പെട്ടവൻ എന്നും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. സൂറത്ത് തൗബ 24, സൂറത്ത് തൗബയുടെ 24-ാമത്തെ വചനം. നിങ്ങളുടെ മാതാപിതാക്കൾ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി. മാതാപിതാക്കളെ സ്നേഹിക്കണം എന്ന വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറയാം. ഒരു സ്ഥലത്ത് പറഞ്ഞ മാതാപിതാക്കളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. ഒരു സ്ഥലത്ത് പറയാണ് മാതാപിതാക്കളോടുള്ള നിങ്ങളുടെ സ്നേഹം അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി. അള്ളാഹിനോടും റസൂലിനോടുമുള്ള സ്നേഹത്തെക്കാൾ അതിര് കവിഞ്ഞു പോയാൽ. ഒരു സ്ഥലത്ത് പറഞ്ഞു മാതാപിതാക്കളെ സ്നേഹിക്കണം, ഒരു സ്ഥലത്ത് പറഞ്ഞു മാതാപിതാക്കളോടുള്ള സ്നേഹം അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹത്തെക്കാൾ അതിര് കവിഞ്ഞു പോയാൽ ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി. അള്ളാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ കാത്തിരിക്കുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഇത്തരം തമ്മാടികൾക്ക് ഒരിക്കലും അല്ലാഹു തആല ഹിദായത്ത് നൽകുകയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, മനഹഖു ബിഹുസ്നി സുഹബതി യാ റസൂലല്ലാഹ്. ഞാൻ ഏറ്റവും കൂടുതൽ സഹവസിക്കേണ്ടത് ആര്? ഉമ്മക്കാ നിന്റെ ഉമ്മയോട്. പിന്നെയും ചോദിച്ചു ഉമ്മക്കാ നിന്റെ ഉമ്മയോട്. പിന്നെയും ചോദിച്ചു ഉമ്മക്കാ നിന്റെ ഉമ്മയോട്. പിന്നെ പറഞ്ഞു അബാക്കാ നിന്റെ ബാപ്പയോട്. ഇത്രയും പ്രധാനപ്പെട്ട ഉമ്മയും ബാപ്പയും, ഇത്രയും പ്രധാനപ്പെട്ട ഉമ്മയും ബാപ്പയും. ആ ഉമ്മയോടും ബാപ്പയോടും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ സ്നേഹമുണ്ടായാൽ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. നീ ഇത്തരം ഫാസിഖീങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കൂല. അപ്പൊ കേവലം ഒരു ഫാസിഖല്ല, ഹിദായത്ത് കിട്ടാതെ മരിക്കുന്ന ഫാസിഖ് അഥവാ കാഫിറായി മരിക്കേണ്ടി വരുന്ന ഫാസിഖ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.
നരകത്തിൽ കിടക്കുന്നല്ലേ പറഞ്ഞത്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ.